നല്ല മഴയുള്ളൊരു ദിവസം കേട്ടോ. നമ്മളെ കറി വെക്കാൻ എന്താണെന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ പച്ചക്കറിത്തോട്ടത്തിൽ എല്ലാ പച്ചക്കറിയും വിളവെടുത്ത് നിൽക്കുകയാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഇപ്പം എന്താണെന്നറിയോ, ഇതൊക്കെ ഇങ്ങനെ കാഴ്ച നിൽക്കണപ്പോൾ പറിക്കാനൊരു മടി. കാരണം ഇതിങ്ങനെ കാണാനാണ് ഭംഗി. വഴുതനങ്ങയൊക്കെ നല്ലോണം മൂപ്പായിട്ടുണ്ട് കേട്ടോ. വഴുതനങ്ങ പറിക്കുന്നുണ്ട്. തക്കാളി പറിക്കുന്നുണ്ട്. നല്ല നാടൻ തക്കാളി. ഇത് മുറിക്കുമ്പോൾ തന്നെ നല്ലൊരു മണാണ്. അപ്പോൾ വെണ്ടയ്ക്കയായി, വഴുതനയായി, തക്കാളിയായി. അപ്പം ചോറിന് കറിയായി, ഉപ്പേരിയായി കേട്ടോ. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് വഴുതനങ്ങ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ എരിവിനുള്ള കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം കേട്ടോ. എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ രണ്ട് ഭാഗം. അപ്പോൾ ഇതൊന്ന് രണ്ട് ഭാഗം ഒന്ന് നല്ലോണം മൂത്ത് വരട്ടെ കേട്ടോ. നമ്മൾ കോരി മാറ്റിയിട്ടോ. ഇനി കുറച്ച് എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് അതിക്കൊരു 2 മണി കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടുമ്പോഴേക്കിന് ഒരു കുറച്ച് ചെറിയ ജീരകം കേട്ടോ. അതും പൊട്ടുമ്പോഴേക്കിന് കുറച്ച് ചെറിയ ഉള്ളി ഈ എണ്ണയ്ക്ക് തന്നെ. ഇതൊന്ന് നല്ലോണം മൂപ്പിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ചുവന്ന മുളക് കേട്ടോ, വറ്റൽ മുളക് എല്ലാം കൂടി ഒന്ന് മിക്സാക്കുക. അതവിടെ മൂക്കട്ടെ കേട്ടോ. അപ്പോഴേക്കും നമ്മൾ കുറച്ച് മോരെടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ചേർത്ത് പുളിയൊക്കെ പാകാക്കി വെച്ചതാട്ടോ. ഇതിക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. മോരിക്ക് നമ്മൾ ഉപ്പാക്കി കൊടുത്തിരുന്നില്ല. ഇതിക്ക് നമ്മൾ എടുത്ത് വെച്ച വഴുതനല്ലേ അതത് ഇട്ട് കൊടുക്കുക കേട്ടോ. ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ ചേർത്തതിൻ്റെ ശേഷം നമ്മളിതിൻ്റെ മോയ്ക്ക് മൂപ്പിച്ച് വെച്ചിട്ടുള്ള ഈ കൂട്ടം ഇട്ട് കൊടുക്കുക. ഒരു അടിപൊളി സാധനമാണ് കേട്ടോ. ഒരു ദിവസമോ 2 ദിവസമോ ഒക്കെ നമ്മളെ സൂക്ഷിക്കാൻ പറ്റും, കേട് വരില്ല. അത്രയും രസമാണ് കേട്ടോ അത്. ഇത് ചോറിൻ്റെ ഒപ്പം അടിപൊളിയാണ്. പക്ഷെ നമ്മൾക്ക് ചോറൊന്നും ആയിട്ടില്ല, രാവിലെയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ. അടിപൊളി ടേസ്റ്റാണ്.